നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലെ മോശം പ്രകടനത്തിന് പിന്നിലെ കാരണങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ചു ചേർത്ത കമ്മിറ്റിയുടെ സംസ്ഥാന ഘടകത്തിന്റെ യോഗത്തിന് തൊട്ട് പിന്നാലെ പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായ അധിർ രഞ്ജൻ ചൗധരി രാജി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ രാജി ഔദ്യോഗികമായി AICC നേതൃത്വം സ്വീകരിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ നിലവിൽ അധിർ രഞ്ജൻ ചൗധരി രാജി സമർപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം രാജിക്കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി വന്ന ശേഷം ഒരു സംസ്ഥാന പ്രസിഡന്റും സ്വൈര്യമായി ഇരുന്നിട്ടില്ല. അതേസമയം രാജിക്കത്തിൽ വലിയ ഒരു ആക്ഷേപം കൂടി അധിർ രഞ്ജൻ ചൗധരി ഉന്നയിക്കുന്നുണ്ട്. മറ്റാർക്കുമെതിരെയല്ല, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ തന്നെയാണ്. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി വന്നതിന് ശേഷം ഒരു സംസ്ഥാന പ്രസിഡന്റും ഉണ്ടായിരുന്നില്ല എന്നാണ്. മുഴുവൻ സമയ പ്രസിഡന്റായി നിയമിതമാകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അധിർ രഞ്ജൻ ചൗധരി പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ ബഹരംപൂർ മണ്ഡലത്തിൽ നിന്നും 5 തവണ MP ആയ വ്യക്തിയാണ്. പക്ഷേ ഇത്തവണ തൃണമൂൽ കോൺഗ്രസിന്റെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ യൂസഫ് പഠാനോട് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. ഇത് കോൺഗ്രസിന് ഉണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ തോറ്റത് വലിയ നാണക്കേടാണ് കോൺഗ്രസിന്റെ ബംഗാൾ ഘടകത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ P. ചിദംബരം മമതാ ബാനർജിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പശ്ചിമ ബംഗാളിൽ എത്തിയത്. ഇരുവരും അടച്ചിട്ട മുറിയിൽ ഏകദേശം അരമണിക്കൂറോളം ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ തന്നെ നിർദ്ദേശിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് കോൺഗ്രസ് മമതാ ബാനർജിക്ക് മുന്നിൽ വെച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ മമതാ ബാനർജി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരുന്നതിനോട് കടുത്ത വിയോജിപ്പുള്ള വ്യക്തിത്വമാണ്. ഈ ചർച്ചകളുടെ ഫലമാണോ ഇപ്പോൾ അധിർ രഞ്ജൻ ചൗധരി കളമൊഴിഞ്ഞു പോകാനുള്ള കാരണം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ തന്നെ സ്ഥിരീകരണമാവും. ന്യൂസ് ഡെസ്ക് മലയാളം.